नमस्ते। आज की कक्षा में सबको स्वागत। पिछले कक्षा में क्रिया के बारे में पढ़ा। क्रिया क्या है और क्रिया के कितने भेद होते हैं और सकर्मक और अकर्मक क्रियाओं की पहचान करने के लिए क्या करना चाहिए, इसके बारे में पढ़ा। क्रिया क्या है? किसी काम का करना या होना समझा जाए उसे क्रिया कहते हैं। क्रियाएं हम कैसे बनती है? मूल शब्दों से क्रियाएं बनती है, उन्हें धातु कहते हैं। सामान्य क्रिया बनने के लिए क्रिया धातु के साथ ना जोड़ना चाहिए। वाक्य में कर्ता, कर्म और क्रिया का प्रधान स्थान है, मुख्य स्थान है। क्रिया के करने वाले को कर्ता कहते हैं। क्रिया का फल जिस कर्ता से हटकर जिस पर पड़ता है उसे कर्म कहते हैं और उनके द्वारा होने वाले कार्य को क्रिया कहते हैं। क्रिया के दो भेद होते हैं, सकर्मक क्रिया और अकर्मक क्रिया। सकर्मक क्रिया में क्रिया का फल कर्ता पर न पड़कर कर्म पर पड़ता है। अकर्मक क्रिया में क्रिया का फल कर्ता पर ही पड़ता है। दोनों सकर्मक और अकर्मक क्रिया में भिन्नता होती है। सकर्मक क्रियाओं को पहचानने के लिए क्रिया के साथ क्या, किसे या किसको आदि प्रश्न पूछते हैं। प्रश्न पूछने पर उत्तर मिले तो यह सकर्मक क्रिया है और प्रश्न पूछने पर क्या, किसे या किसको आदि प्रश्न पूछने पर उत्तर नहीं मिले तो यह अकर्मक होगी। നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ്വികർമ്മക ക്രിയയാണ്. ദ്വികർമ്മക, രണ്ട് കർമ്മമുള്ള ക്രിയ. ഒരു സെൻറ്റൻസിൽ തന്നെ രണ്ട് കർമ്മങ്ങൾ വരും. അതാണ് നമ്മൾ ദ്വികർമ്മക ക്രിയ എന്ന് പറയുന്നത്. നോക്കാം. कुछ क्रियाएं ऐसी है जिनमें अर्थ की पूर्णता के लिए दो कर्मों की आवश्यकता होती है. കുറച്ച് ക്രിയകൾ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ജിന്മേ അർത്ഥയ്ക്ക് പൂർണ്ണത കിളിയെ, അതായത് അർത്ഥത്തിന് പൂർണ്ണത കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദോ കർമ്മയ്ക്ക് ആവശ്യകത ഹോത്തി, രണ്ട് കർമ്മങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. ഒരു സെൻറ്റൻസിലെ അർത്ഥം, പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കർമ്മങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. ഐസി ക്രിയാവുംക്കോ ദ്വികർമ്മ ക്രിയായും കത്തി, അങ്ങനെയുള്ള ക്രിയ നമ്മൾ പറയുന്നതാണ് ദ്വികർമ്മക ക്രിയ, രണ്ട് കർമ്മമുള്ള ക്രിയ. ഇപ്പോൾ ദ്വികർമ്മ ക്രിയ കിസെ കത്തെ ഹെ, എന്തിനാണ് ദ്വികർമ്മ ക്രിയ എന്ന് പറയുന്നത്? എന്താണ്? ജിന്മേ അർത്ഥയ്ക്ക് പൂർണ്ണത കേലിയെ ദോ കർമ്മയ്ക്ക് ആവശ്യകത ഹോത്തി ഹെ. ദ്വികർമ്മ ക്രിയ എന്ന് പറഞ്ഞതാണ് ക്രിയാവുംക്കോ ഐസി ക്രിയാവുംക്കോ ദ്വികർമ്മ ക്രിയ എന്ന് പറയുന്നു. ജൈസെ മേനെ ബച്ചേക്കോ കഹാനി സുനായി, നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മേനെ ബച്ചേക്കോ കഹാനി സുനായി, ഞാൻ കുട്ടികൾക്ക് കഥ പറഞ്ഞ് കേൾപ്പിച്ചു. കുട്ടികളേനെ, അതിൽ രണ്ട് കർമ്മങ്ങൾ വരുന്നുണ്ട്. ബച്ചേക്കോ എന്ന് പറയുന്നതും കഹാനി എന്ന് പറയുന്ന രണ്ട് കർമ്മങ്ങളാണ് വരുന്നത്. നോക്കാം നമുക്ക്. ഈസ് വാക്യമേ ദോ കർമ്മ ഹെ, ഈ സെൻറ്റൻസിൽ രണ്ട് കർമ്മമുണ്ട്. മേനെ ബച്ചേക്കോ കഹാനി സുനായി, അതിൽ രണ്ട് കർമ്മം എന്ന് പറയുന്നത് ഒന്ന് ബച്ചേക്കോ ആണ്, രണ്ടാമത്തെ കർമ്മം അവിടെ കഹാനി എന്നാണ്. അപ്പോൾ ദ്വികർമ്മ ക്രിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അർത്ഥയ്ക്ക് പൂർണ്ണത കേലിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇതാണ്. എന്താണ്? അർത്ഥയ്ക്ക് പൂർണ്ണത കേലിയെ ദോ കർമ്മയ്ക്ക് ആവശ്യകത ഹോത്തി ഹെ. അതാണ് ദ്വികർമ്മ ക്രിയ. നമ്മളൊരു സെൻറ്റൻസിൽ തന്നെ രണ്ട് കർമ്മങ്ങൾ വരികയാണ്. ഇപ്പം മേനെ ബച്ചേക്കോ സുനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവിടെ പൂർണ്ണമാവുന്നില്ല. എന്താണ് കേൾപ്പിച്ചത് അതും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് സെൻറ്റൻസ് പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ മേനെ കഹാനി സുനായ എന്ന് പറഞ്ഞാൽ ആരെ കേൾപ്പിച്ചു എന്നുള്ള അവിടെ വരുന്നില്ല. അപ്പോൾ ചില സമയത്ത് അർത്ഥത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്, മുഴുവൻ അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കർമ്മങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ഈ രണ്ട് കർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം.
ദ്വികർമ്മ ക്രിയാമേ ദോ കർമ്മ ഹോത്തെ ഹേ. നമ്മൾ പഠിച്ചത് അതാണ്. ദ്വികർമ്മ ക്രിയയിൽ 2 കർമ്മമുണ്ട്. ആദ്യത്തെ കർമ്മം മുഖ്യ കർമ്മമാണ്, രണ്ടാമത്തെ ഗൗൺ കർമ്മമാണ്. അപ്പോൾ ദ്വികർമ്മ ക്രിയ എന്ന് പറഞ്ഞാൽ ദോ കർമ്മമാണ്. ആ 2 കർമ്മം എന്ന് പറയുന്നത് മുഖ്യ കർമ്മവും ഗൗൺ കർമ്മവുമാണ്. ഈ മുഖ്യ കർമ്മം എന്താണ്? മുഖ്യ കർമ്മ ജിസ് കർമ്മ പർ ക്രിയ കാ ഫൽ അധിക് പഡ്താ ഹേ മുഖ്യ കർമ്മ കഹലാത്താ ഹേ. അപ്പോൾ ഏത് കർമ്മത്തിലാണ് ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം കൂടുതലായിട്ട് കിട്ടുന്നത് അതിനെ മുഖ്യ കർമ്മം എന്ന് പറയുന്നു. മുഖ്യ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസ് കർമ്മ പർ ക്രിയ കാ ഫൽ അധിക് പഡ്താ ഹേ. ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം കൂടുതലായിട്ട് ഏത് കർമ്മത്തിലാണോ പതിക്കുന്നത് അല്ലെങ്കിൽ ഏത് കർമ്മത്തിലാണോ കിട്ടുന്നത് അതാണ് മുഖ്യ കർമ്മം. ये कर्म पदार्थ बोध होता है और क्रिया के अधिक निकट होता है. ഇപ്പോൾ മുഖ്യ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? इसकी വിശേഷത क्या है? എന്താണ് മുഖ്യ കർമ്മം എന്ന് പറയുന്നത്? പദാർത്ഥ ബോധകമാണ്. അതൊരു വസ്തുവിനെ കാണിക്കുന്നതാണ്, പദാർത്ഥത്തെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിയയ്ക്ക് അധികം നിക്കട് ഹോത്താ ഹേ. ക്രിയയുടെ വളരെ അടുത്താണ് നിൽക്കുന്നത്, ക്രിയയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ മുഖ്യകർമ്മം എന്ന് പറയുന്നത് പദാർത്ഥ ബോധകമാണ്, പ്രാണിവാചകമല്ല, പദാർത്ഥ ബോധകമാണ്. അതുപോലെ തന്നെ ക്രിയാക്കെ ബഹുത്ത് അധിക് നിക്കട് ഹോത്താ ഹേ. ക്രിയയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതാണ് മുഖ്യകർമ്മം എന്ന് പറയുന്നത്. തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ്. ജൈസെ അധ്യാപകനെ ലഡ്കിയേക്കോ ഇനാം ദിയാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അധ്യാപകനെ ലഡ്കിയേക്കോ ഇനാം ദിയ. അധ്യാപകൻ ആൺകുട്ടികൾക്ക് സമ്മാനം കൊടുത്തു, പ്രൈസ് കൊടുത്തു. അവിടെ മുഖ്യകർമ്മം എന്ന് പറയുന്നത് ഇനാം ആണ്. അതൊരു പദാർത്ഥ ബോധകമാണ്, ഒരു വസ്തുവിനെ കാണിക്കുന്നതാണ്. അതുമാത്രമല്ല ദിയ എന്ന് പറയുന്ന ക്രിയയുടെ വളരെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നത് ഇനാമാണ്. അപ്പം മുഖ്യകർമ്മത്തെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ക്രിയയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്, പദാർത്ഥ ബോധകം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വാക്യമേ ഇപ്പോൾ അധ്യാപകനെ ലड़के ഇനാം ദിയ എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ ഇനാം മുഖ്യ കർമ്മ ഹേ ജോ പദാർത്ഥ ബോധക ഹേ और ക്രിയ കെ നിക്കട്ട് ബി ഹേ. ഈ പറഞ്ഞ സെൻറ്റൻസിൽ ഇനാം എന്ന് പറയുന്നത് മുഖ്യ കർമ്മമാണ്, അതോടൊപ്പം തന്നെ അത് പദാർത്ഥ ബോധകമാണ്, അത് ക്രിയയുടെ വളരെ അടുത്താണ് നിൽക്കുന്നത്. ക്രിയ കെ പാസ്, ക്രിയക്കെ ബഹുത്ത് അധിക് നിക്കട് ഹോത്തി ഹേ. വളരെ അടുത്താണത് നിൽക്കുന്നത്. അപ്പോൾ ദ്വികർമ്മ ക്രിയയിലെ ഒരെണ്ണം മുഖ്യ കർമ്മമാണ്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൗൺ കർമ്മമാണ്. എന്താണ് ഗൗൺ കർമ്മ? ജിസ് കർമ്മ പർ ക്രിയ കാ ഫൽ കം പഡ്താ ഹേ ഗൗൺ കർമ്മ കഹലാത്താ ഹേ. അപ്പോൾ ക്രിയയുടെ ഫലം എന്ന് പറയുന്നത്, പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഏത് കർമ്മത്തിലാണോ കം പഡ്താ ഹേ, വളരെ കുറച്ച് മാത്രം ക്രിയയുടെ ഫലം കിട്ടുന്നത്, അതിനെ നമ്മൾ ഗൗൺ കർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം മുഖ്യകർമ്മത്തിലാണെങ്കിൽ ക്രിയാ ഫൽ അധിക് പഡ്താ ഹേ എന്നാണ്, എന്നാൽ ഗൗൺ കർമ്മയിലെ ക്രിയാ ഫൽ കം പഡ്താ ഹേ, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വളരെ കുറച്ച് ഫലം മാത്രം കിട്ടുന്നത് ഏത് കർമ്മത്തിനാണോ അതാണ് ഗൗൺ കർമ്മ. പോയിൻ്റ് അതാണ് ക്രിയാ ഫൽ കം പഡ്താ ഹേ. ये कर्म साधारणतया प्राणिवाचक होता है और क्रिया से दूर रहता है. ഈ ഗൗൺ കർമ്മൻ്റെ പ്രത്യേകത എന്താണ്? ഗൗൺ കർമ്മയ്ക്ക് വിശേഷത ക്യാ ഹെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ये ഗൗൺ കർമ്മ സാധാരണതഃ പ്രാണിവാചക ഹോത്താ ഹെ. അത് പ്രാണിവാചകമാണ്, ജീവനുള്ള വസ്തുക്കളെ കാണിക്കുന്നതാണ്. और क्रिया से दूर रहता है. അതുമാത്രമല്ല ക്രിയയിൽ നിന്ന് അകന്നാണിരിക്കുന്നത്. മറ്റേൻ്റെ മുഖ്യകർമ്മത്തിന് നേരെ ഓപ്പോസിറ്റ്. മുഖ്യകർമ്മത്തിലെ ക്രിയയുടെ വളരെ അടുത്താണ്, പദാർത്ഥ ബോധകമാണെന്ന് പറഞ്ഞു. ഇവിടെ ഗൗൺ കർമ്മയിലാണ് ക്രിയയിൽ നിന്ന് അകന്നാണിരിക്കുന്നത്, അതുമാത്രമല്ല പ്രാണിവാചകമാണ്. ജയ്സെ അധ്യാപകനെ ലഡ്കേക്കോ ഇനാം ദിയ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ എടുത്തു. അധ്യാപകനെ ലഡ്കേക്കോ ഇനാം ദിയ. അധ്യാപകൻ ആൺകുട്ടികൾക്ക് സമ്മാനം കൊടുത്തു എന്നുള്ള ആ സെൻറ്റൻസിൽ ക്രിയയുടെ അകലത്തിൽ നിൽക്കുന്നു, അതായത് കുറച്ച് മാത്രമാണ് ക്രിയയുടെ ഫലം കിട്ടുന്നുള്ളൂ. അതുമാത്രമല്ല പ്രാണിവാചകമാണ്, അത് വ്യക്തിയല്ലേ ജീവനുള്ളയെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ലഡ്കേക്കോ എന്നുള്ളതാണ് ഗൗൺ കർമ്മമായിട്ട് വരുന്നത്. ഇസ് വാക്യമേ ലഡ്കേക്കോ ഗൗൺ കർമ്മ ഹേ.
ഈ ഒരു സെൻറ്റൻസിൽ ലഡ്ക്കേക്കോ എന്ന് പറയുന്നത് ഗൗൺ കർമ്മമാണ്. കാരണം ഇവിടെ എന്താണ്? ജോ പ്രാണിവാചക് ഹേ. ലഡ്ക്കേക്ക് എന്ന് പറയുന്നത് പ്രാണിവാചകമാണ്. അതുപോലെ തന്നെ ക്രിയാസെ ദൂർ രഹതാ ഹെ, ക്രിയയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് രണ്ടാണ് ഗൗൺ കർമ്മേൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ദ്വികർമ്മ ക്രിയയാണ്. ദ്വികർമ്മ തന്നെ ദോ കർമ്മയ്ക്ക് ആവശ്യകതയാണ്. അർത്ഥയ്ക്ക് പൂർണ്ണത के लिए അതിൽ തന്നെ മുഖ്യ കർമ്മവും വരുന്നുണ്ട്, ഗൗൺ കർമ്മവും വരുന്നുണ്ട്. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ദ്വികർമ്മ ക്രിയ കിസ്സെ कहते हैं? ദ്വികർമ്മ ക്രിയ കിतने प्रकार के होते हैं? उसके भेद क्या क्या है? അതിൻ്റെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. 1 മുഖ്യകർമ്മവും 2 ഗൗൺ കർമ്മമാണ്. ഇനി മുഖ്യകർമ്മ और ഗൗൺ കർമ്മമേ ക്യാ ക്യാ അന്തർ ഹോത്താ ഹെ? എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ उसकी विशेषता क्या है ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ്, व्युत्पत्ति के अनुसार क्रिया के भेद व्युत्पत्ति के अनुसार क्रिया के भेदाണ് അടുത്തത്. അത് ദോ ഭേദാണ്. 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്, മൂലധാതു, യൗഗിക് ധാതു. അപ്പോൾ व्युत्पत्ति के अनुसार क्रिया के दो भेद है, മൂലധാതു, യൗഗിക് ധാതു. 2 ക്രിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്, മൂലധാതു, യൗഗിക് ധാതു. മൂലധാതു എന്താണെന്ന് നോക്കാം. जो धातु दूसरी धातुओं से स्वतंत्र रहकर प्रयुक्त हो वह मूल धातु कहलाती है. जो धातु दूसरी धातुओं से स्वतंत्र रहकर प्रयुक्त होता है. ഏത് ക്രിയാധാതുവാണോ മറ്റുള്ള ധാതുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ മൂലധാതു എന്ന് പറയുന്നു. അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ധാതു. അതായത് എക്സാമ്പിൾ നമുക്ക് പറയാം ആ, ജാ, പഡ്, ലിക്ക്, ചൽ, ദൗഡ് എന്നൊക്കെ പറയാൻ നമ്മൾ മൂലധാതുവാണ്. നമ്മൾ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ക്രിയാധാതുവാണത്. അപ്പോൾ മൂലധാതു എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ ധാതു दूसरी धातुओं से स्वतंत्र रहकर प्रयुक्त हो उसे മൂലധാതു कहलाती है. ഫോർ എക്സാമ്പിൾ ആ, ജാ, പഡ്, ലിക്ക്, ചൽ ആദി. അടുത്തത് യൗഗിക് ധാതു ആണ്. യൗഗിക് ധാതു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ജോ ധാതു അന്യധാതുओं से निर्मित होती है उसे यौगिक धातु कहलाती है. എന്താണ് യൗഗിക് ധാതു? ഈ ക്രിയാധാതു, അതായത് യൗഗിക് ധാതു എന്ന് പറയുന്നത് അന്യധാതുവംശ മറ്റുള്ള ക്രിയാധാതുക്കളാൽ നിർമ്മിക്കുന്നതാണ്, ഉണ്ടാക്കുന്നതാണ്. അതിനെ നമ്മൾ യൗഗിക് ധാതു എന്ന് പറയുന്നു. ഇവിടെ എക്സാമ്പിൾ നമുക്ക് പറയാം. ജൈസെ ഗ ധാതു മേംസെ ഗവ. ഗ എന്ന് പറയുന്ന ക്രിയാധാതുവിൽ നിന്ന് നമുക്ക് ഗവ എന്നുള്ള യൗഗിക് ധാതു ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉഡ് എന്ന് പറയുന്ന ധാതു മേംസെ ഉഡ അല്ലെങ്കിൽ ഉഡ്വ എന്നുണ്ടാക്കാൻ പറ്റും. കർ ധാതു മേംസെ കര അവർ കർവ. അപ്പം മറ്റുള്ള ധാതുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെയാണ്, മറ്റുള്ള ക്രിയാധാതുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രിയാധാതുവിനെയാണ് നമ്മൾ യൗഗിക് ധാതു എന്ന് പറയുന്നത്. മൂലധാതു ആണെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ളതിൽ നിന്നും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മൂലധാതു. ഇപ്പോൾ ഉഡ് എന്നുള്ള ക്രിയാധാതുവിൽ നിന്ന് നമുക്ക് ഉഡാന്നുണ്ടാക്കാൻ പറ്റും, ഉഡ്വാന്നുണ്ടാക്കാൻ പറ്റും. അല്ല കർ എന്ന് പറഞ്ഞാൽ കരാന്നുണ്ടാക്കാൻ പറ്റും, കർവാന്നുണ്ടാക്കാൻ പറ്റും. അപ്പോൾ യൗഗിക് ധാതുവിൽ പറയുന്നത് മറ്റുള്ള ധാതുക്കളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇനി യൗഗിക് ധാതുവിനെ വീണ്ടും 4 തരമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. യൗഗിക് ധാതു 4 പ്രകാർ കി ഹെ. യൗഗിക് ധാതു 4 തരത്തിലുണ്ട്. ഒന്നാമത്തെ പ്രേരണാർത്ഥ ക്രിയയാണ്. प्रेरणार्थ क्रिया जिस क्रिया के व्यापार में कर्ता कार्य स्वयं न करके केवल करने की प्रेरणा देता है उसे प्रेरणार्थ क्रिया कहते हैं. ഇതിലെ ആദ്യത്തെ പറയുന്ന കാര്യം ഇതാണ്. ക്രിയക്കെ വ്യാപാരമേ കർത്ത കാര്യ സ്വയം കർക്കെ. അതായത് ക്രിയയുടെ പ്രവർത്തനത്തിലെ കർത്താവ് സ്വയം പ്രവർത്തിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. കേവൽ കർണയ്ക്ക് പ്രേരണ ദേത്താ ഹേ. ചെയ്യാനുള്ളൊരു പ്രേരണ മാത്രമാണ് കർത്താവ് കൊടുക്കുന്നത്. കർത്താവ് അവിടെ പ്രവൃത്തി ചെയ്യുന്നില്ല, ക്രിയ ചെയ്യുന്നില്ല. നേരെ മറിച്ച് അതിന് പകരം ചെയ്യുന്നത്
അതായത് അത് ചെയ്യാനുള്ളൊരു പ്രേരണ മാത്രം കൊടുക്കുകയാണ്. അതാണ് പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുക, എഴുതിപ്പിക്കുക, അതുപോലെ പഠിപ്പിക്കുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ കൊണ്ട് നമ്മൾ അതിന് പ്രേരണ കൊടുക്കുക. കർത്താവ് അവിടെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മാർക്ക് ചോദിക്കാവുന്നതാണ്. ജിസ് ക്രിയ കെ വ്യാപാർ മേ കർത്ത कार्य स्वयं न करके केवल करने की प्रेरणा देता है. പോയിൻ്റ് ഇതാണ്. അതായത് ക്രിയയിൽ, പ്രവർത്തനത്തിൽ കർത്താവ് ഒരിക്കലും സ്വയം കാര്യങ്ങൾ ചെയ്യുന്നില്ല, കേവലം ചെയ്യാൻ പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രേരണാർത്ഥക ക്രിയ. എക്സാമ്പിൾ ജൈസെ കർവാന, ലിഖ്വാന, പഠ്വാന. ചെയ്യിപ്പിക്കുക, കർവാന, ലിഖ്വാന എഴുതിപ്പിക്കുക, പഠ്വാന പഠിപ്പിക്കുക, അതായത് പ്രേരിപ്പിക്കുക. പ്രേരണാർത്ഥ ക്രിയ ബനാനയ്ക്ക് കുച്ച് നിയം ഇസ് പ്രകാർ ഹെ. ഇനി പ്രേരണാർത്ഥ ക്രിയ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. ഒരു 4-5 നിയമം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ യൗഗിക് ധാതു 4 തരത്തിലുണ്ട്. അതിലൊന്നാണ് നമ്മൾ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ നാമധാതു ക്രിയ വരുന്നുണ്ട്, സംയുക്ത ക്രിയയുണ്ട്, അതുപോലെ തന്നെ സഹായക്രിയ. അപ്പോൾ 4ആയിട്ടാണ് തിരിക്കുന്നത്. അതിലാദ്യത്തെയാണ് പ്രേരണാർത്ഥ ക്രിയ. ഇനി അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. എങ്ങനെ അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും? सकर्म धातु के दीर्घ स्वर को ह्रस्व करके धातु में ला और लवा जोड़कर क्रमशः द्विकर्म क्रिया और प्रेरणार्थ क्रिया बनाई जाती है. सकर्म धातु के दीर्घ स्वर को, സകർമ്മ ക്രിയാധാതുവിൻ്റെ ദീർഘസ്വരത്തെ ഹ്രസ്വമാക്കിയിട്ട് കൂടെ ക്രിയാധാതുവിൽ നമ്മൾ ല അല്ലെങ്കിൽ ലവ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്വികർമ്മ ക്രിയയും പ്രേരണാർത്ഥ ക്രിയയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സകർമ്മ ധാതുക്കെ ദീർഘസ്വർ को ह्रस्व करके धातु में ला और लवा जोड़कर द्विकर्म क्रिया और प्रेरणार्थ क्रिया बनाई जाती है. അതിലെങ്ങനെയാണ് നോക്കാം. നമ്മൾ മൂലക്രിയ ഇവിടെ കൊടുക്കുന്നുണ്ട്. ക്രിയാധാതു ഏതാണ്? പീന എന്ന് പറയുന്ന ക്രിയാധാതുവാണ് വിചാരിക്കുക. അപ്പോൾ പീന എന്നുള്ള ക്രിയാധാതുവിൻ്റെ ആ ക്രിയാധാതുവിലെ പി എന്ന് പറയുന്നതിനെ നമ്മൾ ഹ്രസ്വമാക്കണം. പീന എന്നുള്ളത് നമ്മൾ പി എന്ന് പറയുന്ന ആ ക്രിയാധാതുവിനെ നമ്മൾ ദീർഘത്തെ ഹ്രസ്വമാക്കുമ്പോൾ പി എന്നായിട്ട് മാറുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ല എന്നുള്ള വേർഡ് ചേർത്ത് കഴിഞ്ഞിട്ട് വയ്ക്കുക. അപ്പോൾ പീന എന്നുള്ളത് പിലാന എന്നായിട്ട് മാറുന്നു. ദ്വികർമ്മ ക്രിയയാകുമ്പോൾ അത് പിലാന എന്നായിട്ട് മാറുന്നു. ഇനി അത് പ്രേരണാർത്ഥ ക്രിയയിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ലവ എന്നുള്ളതാണ് ചേർക്കേണ്ടത്. പിലാന എന്നുള്ളത് പിൽവാന എന്നായിട്ട് മാറുന്നു. അപ്പം ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്. सकर्मक धातु के दीर्घ स्वर को ह्रस्व करके उसके साथ ला और लवा जोड़ने से द्विकर्म क्रिया और प्रेरणार्थ क्रिया बनाई जाती है. मूल क्रिया पीना उसका क्रिया धातु पी को ह्रस्व करके उसके साथ ला जोड़ने से द्विकर्म क्रिया बनती है पिलाना, और पी के साथ लवा जोड़कर प्रेरणार्थ क्रिया बनाई जाती है पिलवाना. നെക്സ്റ്റ് ഖാന എന്നുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ദീർഘസ്വരത്തെ ഹ്രസ്വമാക്കിയിട്ട് ലായും അതുപോലെ തന്നെ ലവ ചേർക്കുന്നുണ്ട്. ഖാന എന്നുള്ളത് നമുക്ക് ഖിലാന എന്നായി മാറുന്നു. പ്രേരണാർത്ഥ ക്രിയയാകുമ്പോൾ ഖിൽവാന എന്നായിട്ട് മാറുന്നു. അതുപോലെ ജീന എന്നുള്ളത് ജിലാന എന്നും ജിൽവാന എന്നായിട്ടും മാറുന്നു. ജീന എന്നുള്ളത് ദ്വികർമ്മ ക്രിയയാകുമ്പോൾ ജിലാന എന്നായിട്ട് മാറുന്നു, ജീവിക്കുക. ജിൽവാന എന്നായിട്ട് മാറുന്നു. പ്രേരണാർത്ഥ ക്രിയയിൽ ജിൽവാന എന്നായിട്ട് മാറുന്നു. അതിലെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് മൂലധാതുമേം ആ और वा जोड़ने से क्रमशः द्विकर्म तथा प्रेरणार्थ क्रिया बनती है. ഇതിലെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മൂലധാതുമേ ആ और वा जोड़ने से, മൂലധാതുവിലെ നമ്മൾ ആ അല്ലെങ്കിൽ വ
ജോഡ്നേസ് ചേർത്ത് കഴിഞ്ഞാൽ ആ എന്ന് പറയുന്നത് ദ്വികർമ്മക്രിയയിൽ അതുപോലെ പ്രേരണാർത്ഥ ക്രിയ ചെയ്യുമ്പോൾ വാ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്വികർമ്മക്രിയയും പ്രേരണാർത്ഥ ക്രിയയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം മൂലധാതുവിലെ ആ जोड़ने से द्विकर्म क्रिया और वा जोड़ने से प्रेरणार्थ क्रिया बनाई जाती है. ഇപ്പോൾ പഠന എന്നുള്ളത് നമ്മൾ ദ്വികർമ്മ ക്രിയ ആകുമ്പോൾ പഠാന എന്നായിട്ട് മാറുന്നു. അത് പ്രേരണാർത്ഥ ക്രിയ ആകുമ്പോൾ പഠ്വാന എന്നായിട്ട് മാറുന്നു. ഇപ്പോൾ ലിഖാണെങ്കിൽ ഇതുപോലെ തന്നെ ലിഖ്ന എന്നുള്ള ക്രിയ ആണെങ്കിൽ ലിഖാന ലിഖ്വാന എന്നായിട്ട് മാറുന്നു. ചലന ആണെങ്കിൽ ചലാന ചൽവാന എന്നായിട്ട് മാറുന്നു. സുന്നയാണെങ്കിൽ സുനാന സുൻവാന എന്നായിട്ട് മാറുന്നു. ഇപ്പോൾ ദ്വികർമ്മക്രിയ ആവണമെങ്കിൽ അവിടെ നമ്മൾ മൂലധാതുവിൻ്റെ കൂടെ ആ വയ്ക്കുകയാണ്. അതായത് പഠന എന്നുള്ള പഡ് എന്നുള്ളത് ക്രിയാധാതുവാണ്. അതിൻ്റെ കൂടെ ആ വെച്ച് കഴിഞ്ഞാൽ പട എന്നായി പ്ലസ്ന പഠാന. അതുപോലെ തന്നെ പ്രേരണാർത്ഥ ക്രിയ ആകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വാ ചേർക്കുന്നു, പഠ്വാന എന്നായിട്ട് മാറുന്നു. അതിൽ ചലന ചലാന ചൽവാന, ലിഖ്ന ലിഖാന ലിഖ്വാന, സുന്ന സുനാന സുൻവാന എന്നായിട്ട് മാറുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് तीन अक्षर वाली कुछ अगर्म धातुओं के तीसरे अक्षर को दीर्घ करके सकर्मक क्रिया तथा तृतीय वर्ण के आगे वाना जोड़ने से പ്രേരണാർത്ഥ ക്രിയ ബൻതി ഹെ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, അതായത് 3 അക്ഷരങ്ങൾ വരുന്ന അകർമ്മക ധാതുക്കൾ, അതിലെ മൂന്നാമത്തെ അക്ഷരത്തെ ദീർഘമാക്കിയിട്ട് സകർമ്മക്രിയയും മൂന്നാമത്തെ അക്ഷരത്തിനും മുൻപ് നമ്മൾ വാന ജോഡ്നേസെ അതിനോടൊപ്പം നമ്മൾ വാന എന്ന് ചേർത്ത് കഴിഞ്ഞാൽ പ്രേരണാർത്ഥ ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3 अक्षर वाली कुछ अगर्म धातुओं के तीसरे अक्षर को दीर्घ करके सकर्म क्रिया बनती है और तृतीय अक्षर के आगे वाना जोड़ने से പ്രേരണാർത്ഥ ക്രിയ ബൻതി ഹെ. അപ്പോൾ അകർമ്മക്രിയയാണ് ചമക്കന എന്നുള്ളത് അകർമ്മക്രിയയാണ്. അതിൽ നിന്ന് നമ്മൾ സകർമ്മക്രിയ ഉണ്ടാക്കുന്നു. ചമക്കന എന്നുള്ളതിനെ ചംക്കാന എന്നായിട്ട് മാറുന്നു. മൂന്നാമത്തെ അക്ഷരത്തെ നമ്മൾ ദീർഘമാക്കുക. ചമക്കന എന്നുള്ളത് ചംക്കാന എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ അക്ഷരത്തിന് തൊട്ട് നമ്മൾ വാന ചേർത്ത് കഴിഞ്ഞാൽ ചമക്ക് എന്നുള്ളതിൻ്റെ കൂടെ വാന ചേർത്ത് കഴിഞ്ഞാൽ ചമക്കുവാന എന്നുള്ളത് പ്രേരണാർത്ഥ ക്രിയയായിട്ട് അവിടെ മാറുന്നു. അതുപോലെ തടപ്ന എന്നുള്ളത് അതിൻ്റെ മൂന്നാമത്തെ അക്ഷരം നമ്മൾ ദീർഘമാക്കുക തഡ്പാന എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പ്രേരണാർത്ഥ ക്രിയ ചെയ്യുമ്പോൾ അത് തടപ്വാന എന്നായിട്ട് മാറുന്നു, വാന വയ്ക്കുന്നു. അതുപോലെ തന്നെ നിക്കലിന 3 അക്ഷരം വരുന്നത് നിക്കൽ എന്നുള്ളത് നിക്കലിന അതിൻ്റെ മൂന്നാമത്തെ അക്ഷരത്തെ നമ്മൾ ദീർഘമാക്കി നിക്കലാന എന്നായി മാറ്റുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നിക്കൽവാന എന്നായിട്ട് മാറുന്നു. നിക്കലാന നിക്കൽവാന എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കുച്ച് അകർമ്മക ധാതുओं के प्रथम अक्षर को दीर्घ करके सकर्मक तथा मूल धातु में वा जोड़कर പ്രേരണാർത്ഥ ക്രിയ बनाई जाती है. നാലാമത്തെ പോയിന്റിൽ ഇങ്ങനെയാണ്, അകർമ്മ ക്രിയാധാതുവിലെ ആദ്യത്തെ അക്ഷരത്തെ ദീർഘമാക്കിയിട്ട് സകർമ്മ ക്രിയ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ മൂലധാതുവിലെ വാ ചേർത്ത് കഴിഞ്ഞാൽ പ്രേരണാർത്ഥ ക്രിയയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്, ലുട്ന എന്ന് പറയുന്ന അകർമ്മക ക്രിയാധാതുവാണ്. അതിന് നമ്മൾ ആദ്യത്തെ അക്ഷരത്തെ ദീർഘമാക്കുക. ലുട്ന എന്നുള്ളത് ലൂട്ന എന്നായിട്ട് മാറുന്നു. ലുട്ന ഹ്രസ്വമാണ്, അത് നമ്മൾ ദീർഘമാക്കുക തന്നെ ലൂട്ന എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ വാ ചേർത്ത് കഴിഞ്ഞാൽ ലുട്ന എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ വാ ചേർത്ത് കഴിഞ്ഞാൽ പ്രേരണാർത്ഥ ക്രിയ ഉണ്ടാക്കാൻ പറ്റും, ലുട്വാന എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ മർന അകർമ്മക്രിയയാണ്. അതിൻ്റെ കൂടെ നമ്മൾ മർന എന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് അക്ഷരത്തെ നമ്മൾ എന്താക്കണം, ദീർഘസ്വരമാക്കണം, ദീർഘാക്ഷരമാക്കണം.
ഇപ്പം മർന എന്നുള്ളത് മാർന എന്നായിട്ട് മാറുന്നു, അത് സകർമ്മ ക്രിയയായിട്ട് മാറുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാ ചേർത്ത് കഴിഞ്ഞാൽ മർന എന്നുള്ളതിൻ്റെ കൂടെ വാ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മർവാന എന്നായിട്ട് മാറുന്നു, അത് പ്രേരണാർത്ഥ ക്രിയയായിട്ട് മാറുന്നു. നെക്സ്റ്റ് നമ്മൾ എക്സാം കൊടുത്തിട്ടുള്ളത് കട്നയാണ്. കട്ട് എന്നുള്ളത് ക്രിയാധാതുവാണ്, അകർമ്മ ക്രിയാധാതുവാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ നമ്മൾ ദീർഘമാക്കുക. കട്ന എന്നുള്ളത് കാട്ന എന്നായിട്ട് മാറുന്നു. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാമത്തെ അക്ഷരം അല്ലെങ്കിൽ കട്ട് എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ വാ ചേർക്കുന്നു. കട്വാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേരണാർത്ഥ ക്രിയയായിട്ട് മാറുന്നു. ഇപ്പം നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ക്രിയാധാതുവിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ, അകർമ്മ ക്രിയാധാതുവിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ ദീർഘമാക്കി കഴിഞ്ഞാൽ സകർമ്മകവും അതുപോലെ തന്നെ മൂലക്രിയാധാതുവിൻ്റെ കൂടെ വാ ചേർത്ത് കഴിഞ്ഞാൽ പ്രേരണാർത്ഥ ക്രിയ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ അഞ്ചാമത്തെ പോയിൻ്റ് കുച്ച് അകർമ്മ धातुओं से സകർമ്മക തഥാ പ്രേരണാർത്ഥ ക്രിയ ബനാനയ്ക്ക് നിയം നിശ്ചിത നഹി. ഇനി കുറച്ച് അകർമ്മ ക്രിയാധാതുക്കളിൽ സകർമ്മക ക്രിയ ഉണ്ടാക്കുക അതുപോലെ തന്നെ പ്രേരണാർത്ഥ ക്രിയ ഉണ്ടാക്കാനുള്ള നിയമം എന്ന് പറയുന്നത് നിശ്ചിതമായിട്ടുള്ള ഒരു നിയമമില്ല, ഫിക്സഡ് ആയിട്ടൊരു നിയമം ഇല്ല ചില അകർമ്മധാതുക്കളിൽ. അതിൽ എക്സാമ്പിൾ കൊടുക്കുന്നത് ഡൂബന. അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റില്ല. ഡൂബന എന്നുള്ളത് നമ്മൾ ഡുബോന എന്നായിട്ട് മാറുന്നു സകർമ്മക്രിയ ആകുമ്പോൾ. അകർമ്മകത്തിൽ ഡൂബന എന്നാണ്, അത് ഡുബോന എന്നായിട്ട് ദ്വികർമ്മക്രിയയിൽ മാറുന്നു, സകർമ്മക്രിയയിൽ മാറുന്നു. അത് ഡുബ്വാന എന്നുള്ളത് പ്രേരണാർത്ഥ ക്രിയയായിട്ട് മാറുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമമില്ല, എന്ത് ചേർക്കണം, ദീർഘമാക്കണോ ഹ്രസ്വമാക്കണോ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല, എന്താണ് വയ്ക്കേണ്ടതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമം ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ടൂട്ട്ന എന്ന് പറയുന്നത് നമ്മൾ അകർമ്മ ക്രിയധാതുവാണ്. പൊട്ടുക, തകരുക എന്നുള്ള അർത്ഥം. അത് നമ്മൾ സകർമ്മമാകുമ്പോൾ തോടന എന്നായിട്ട് മാറുന്നു. വീണ്ടും പ്രേരണാർത്ഥ ക്രിയാകുമ്പോൾ അത് തുടുവാന എന്നായിട്ട് മാറുന്നു. അതുപോലെ ഫട്ന, കീറ. അപ്പോൾ ഫട്ന എന്ന് പറയുന്നത് ഫാഡ്ന എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഫഡ്ബാന എന്നായിട്ട് മാറുന്നു. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കുച്ച് അകർമ്മ धातुओं से सकर्मक और प्रेरणार्थ क्रिया बनाने के लिए कुछ निश्चित नियम नहीं है. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ പ്രേരണാർത്ഥ ക്രിയ നമ്മൾ യൗഗിക് ധാതുവിനെ 4 തിരിച്ചു. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. അതുണ്ടാക്കാനുള്ള 5 നിയമമാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് അതിൽ വരുന്നത് നാമധാതു ക്രിയയാണ്. നാമധാതു ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാക്കെ അതിരിക്ത് अन्य शब्दों में प्रत्यय जोड़कर जो क्रिया बनाई जाती है उसे नामधातु क्रिया कहते हैं. അപ്പോൾ ക്രിയയ്ക്ക് പുറമേ മറ്റ് വേഡ്സ്, അത് പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അന്യ ശബ്ദമേ പ്രത്യയ ജോഡ്കർ, ക്രിയ കൂടാതെ മറ്റുള്ള വാക്കുകളിൽ പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ക്രിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രത്യയം എന്ന് പറഞ്ഞാൽ വേഡിന് ശേഷം വരുന്നതാണ് വേഡ്. അത് അങ്ങനെ കുറച്ച് വേഡ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ നാമധാതു ക്രിയ എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദിക്കുന്നതാണ് നാമധാതു ക്രിയ കിസേ कहते हैं. क्रिया के अतिरिक्त अन्य शब्दों में प्रत्यय जोड़कर जो क्रिया बनाई जाती है उसे नामधातु क्रिया कहते हैं. जैसे रंग. രംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നാ ചേർത്ത് കഴിഞ്ഞാൽ രംഗന എന്നായി മാറുന്നു. അത് നാ എന്ന് പറയുന്ന പ്രത്യയമാണ് അവിടെ ചേർത്തത്, രംഗന. അത് നാമധാതു ക്രിയയായിട്ട് മാറി. അല്ലെ ഹാത്ത് എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ നാ ചേർക്കുന്നു, ഇവിടെ പ്രത്യയങ്ങൾ ചേർക്കുന്നു, ഹത്തിയാന എന്നായിട്ട് മാറുന്നു. അല്ലെ അപ്പനാന എന്നായിട്ട് മാറുന്നു. സ്വീകാർന എന്നായിട്ട് മാറുന്നു. ദുഃഖാന എന്നായിട്ട് മാറുന്നു. ശർമാന എന്നായിട്ട് മാറുന്നു. അപ്പോൾ നാമധാതു ക്രിയ എന്ന് പറയുന്നത് ക്രിയയ്ക്ക് പുറമേ മറ്റുള്ള വാക്കുകളിൽ പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിയയാണ് നമ്മൾ നാമധാതു ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെ ക്രിയാക്കെ ഭേദിൽ നമ്മൾ സകർമ്മ അകർമ്മ കഴിഞ്ഞത് കൂടാതെ ദ്വികർമ്മ ക്രിയയെ പഠിച്ചു. മുഖ്യകർമ്മം, ഗൗൺകർമ്മം, അതുപോലെ തന്നെ व्युत्पत्ति के अनुसार क्रिया के 2 भेद हैं, मूल धातु, यौगिक धातु. यौगिक धातु के धातु 4 प्रकार के होते हैं. पहला प्रेरणार्थ क्रिया, दूसरा नामधातु क्रिया. അടുത്ത സംയുക്ത ക്രിയയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.